10 രൂപ ലാഭം കിട്ടി അതിന്റെ പുറകെ 10,000 പേര് പോകും. അതാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂരിഭാഗം ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്, ഏകദേശം ഒരു 80% ആൾക്കാരും അങ്ങനെ തന്നെ. ഇതിനകത്ത് 80% വരുന്ന ഒരാളായിരുന്നു ഈ ഞാനും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഡൽഹി വന്ന് പണി കിട്ടിയ വേറൊരു മലയാളിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുള്ളിയുടെ കാര്യം വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വോയിസ് എനിക്ക് അയച്ചു തരാമെന്ന്. കാരണം ഇങ്ങനെ വീഡിയോ ഇട്ടാലും വിശ്വസിക്കത്തില്ല. വോയിസ് ഇട്ടിട്ടും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാനത് ഡബ് ചെയ്യിച്ചാണ്. പുള്ളിയോട് ചോദിച്ചാൽ പറഞ്ഞ എന്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും, അതുകൊണ്ട് വോയിസ് വേണ്ട ബ്രോ പറഞ്ഞാൽ എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് അതുപോലെ നാണക്കേടായി. 30-40 രൂപ അടുത്താണ് പുള്ളിക്ക് നഷ്ടം വന്നത്. അത് ഞാൻ കാര്യം പറയാം. പിന്നെ നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന സാധനത്തിന്റെ നമ്മൾ ഓവർ പ്രൈസ് ആണ്, നിങ്ങൾ ഭയങ്കര കൂട്ടിയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ ആ കമന്റും വരുന്നുണ്ട്, ആൾക്കാരും വരുന്നുണ്ട്. ഇത് ഇങ്ങനെ നിങ്ങൾ പറയുന്ന വെറും വിവരമില്ലായ്മയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു സാധനം പല ക്വാളിറ്റിയിൽ ഇറങ്ങും. ഇത് ആർക്കും അറിയത്തില്ല. പല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട് പല സാധനങ്ങളും. ഇപ്പൊ ഞാൻ ഇയർബഡ്സിന്റെ കാര്യം തന്നെ സൈഡിൽ കാണിച്ചു തരാം. നമ്മൾ കൊടുക്കുന്ന 700 രൂപയുടെ ഇയർബഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഓൺലൈൻ കിടപ്പുണ്ട്, 150 രൂപയുടെ ഇയർബഡ്സും കിടപ്പുണ്ട്. 2 ഇയർബഡ്സ് തന്നെയാണ്. ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കിട്ടും 40,000 രൂപയുടെ ഇയർബഡ്സ്. 3 ഇയർബഡ്സാ. ഇതിന്റെ വ്യത്യാസം തന്നെയാണ് വരുന്നത്. മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരും അതിന്റെ ക്വാളിറ്റിയിലും ഇതിലാണ് വ്യത്യാസം വരുന്നത്. ഇത് ആൾക്ക് പറയണ്ട. ഇയർബഡ്സ് ഉണ്ട് 250 200 രൂപ കിട്ടും. എനിക്ക് അത് മതി. ഇതാണ് പോകുന്നത്. നമ്മൾ ബഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ബഡ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണാനും ഫോൺ വിളിക്കാനും, മെയിനായിട്ട് ഫോൺ വിളിക്കാനും. മൈക്കിന് ക്വാളിറ്റി ഇല്ല, സൗണ്ടിന് ക്ലാരിറ്റി ഇല്ല, ഇയർബഡ്സ് കാണിക്കാൻ എടുത്തുകൊണ്ട് നടക്കുന്നു. എന്ത് ഗുണമാണോ അതിന് നമുക്ക് വരാൻ പോകുന്നത്? നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സാധനം യൂസ് ചെയ്യുക, അതാണ്. ഇപ്പം ഷൂസ് തന്നെ നമ്മളിപ്പം അയച്ചു കൊടുക്കുന്ന ബസാറിൽ നിന്ന് 10 ക്വാളിറ്റി മാക്സിമം ക്വാളിറ്റി സാധനം യൂസ് ചെയ്യുന്ന നമ്മൾ 2,000 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്നു. 2,000 രൂപ 2,500 ഇടയ്ക്ക് എന്തായാലും വരുമെന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പ് ക്വാളിറ്റി സാധനങ്ങൾ സ്റ്റാൻഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കമന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ ബ്രോ ഈ സാധനം 1000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും, 500 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും. ഇതൊക്കെ പറഞ്ഞാണ് ആൾക്കാർ മെസ്സേജ് നമ്മളെ ഡിപ്രസ് ചെയ്യുന്നത്. ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മൾ 2,000 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്ന നിങ്ങളുടെ നാട്ടിൽ ആ ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് ഒരു ഷൂവിന്റെ ഷോപ്പിൽ പോയിട്ട് അഡിഡാസിന്റെ ഒക്കെ മേടിക്കത്തില്ലേ? അത് ഒറിജിനൽ അഡിഡാസ് ഒന്നും ആയിരിക്കത്തില്ല. ഈ സാധനമൊക്കെയാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത്. അവിടെ പോയി 5,000 രൂപയ്ക്ക് 60% ഓഫ്, 70% ഓഫ്, അഡിഡാസിന് 70% ഓഫ് നിങ്ങൾക്ക് കിട്ടും. 50,000 രൂപയുടെ സാധനം നിങ്ങൾക്ക് 70% ഓഫിൽ കിട്ടുന്നു പറഞ്ഞു. നമ്മളെല്ലാം മലയാളികൾ ചാടിപ്പോയി മേടിക്കും. അതെന്ന് പറഞ്ഞ് ഈ സാധനമാണ് ഒറിജിനൽ അഡിഡാസിന്റെ സാധനം. നിങ്ങൾ പോയി ഒറിജിനൽ അഡിഡാസിന്റെ ഷോറൂം എന്നാ സൈറ്റിൽ പോയി നോക്കുക, അതിനൊന്നും ഇത് കാണത്തില്ല. ഒറിജിനൽ കമ്പനിക്കാർ ആ ഓഫിന് കൊടുക്കുന്നില്ല. പിന്നെ ഈ സെല്ലേഴ്സ് അങ്ങനെ കൊടുക്കുന്ന ഈ ഓഫറിന്, അതൊക്കെയാണ് ഈ സാധനം. അല്ലാതെ നിങ്ങൾ തെരുവിലിട്ട് വിൽക്കുന്ന സാധനം അല്ല ഇത്. നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു നൈക്കിയുടെ അല്ല അഡിഡാസിന്റെ ഷൂ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇമ്പോർട്ടഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, കുറച്ച് വെളിയിൽ നിന്ന് വരുന്നത്. അതിന് 3,000-3,500 രൂപയാവും. ആ സെയിം സാധനം നമുക്ക് ചോർ ബസാർ എടുത്തു കഴിഞ്ഞാൽ, ചെന്നൈ ക്വാളിറ്റി ചോർ ബസാറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2,000-2,100 രൂപ കിട്ടും. ആ സെയിം ക്വാളിറ്റി 7A ക്വാളിറ്റി 5A ക്വാളിറ്റി വരുമ്പോൾ നമുക്ക് 1,500 രൂപയാവും. മനസ്സിലായില്ലേ? ഈ 1,500 രൂപ ക്വാളിറ്റി അനുസരിച്ചാണ് വരുന്നത്. അതിന് ലോക്കൽ ഞാൻ കാണിക്കും, ലോക്കൽ വരുന്നുണ്ട്. ആ സെയിം സാധനം ലോക്കൽ വരുന്നുണ്ട്. 350 രൂപ 400 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഈ 350 രൂപ 400 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന സാധനമാണ് ബ്രോ നിങ്ങൾ അവിടെ 1000 രൂപ എന്ന് പറഞ്ഞ് അവർ വിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ. ക്വാളിറ്റിയാണ് വ്യത്യാസം. അല്ലാതെ എഴുത്തും കാര്യങ്ങളും ഡിസൈനും കാണുന്ന പോലെ അല്ല. ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയിലാണ് നമുക്ക് സാധനത്തിന് വ്യത്യാസം ഇരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം നിങ്ങൾ ഇവിടെ വന്നിട്ട് വീഡിയോ കാണും, നിങ്ങൾ സാധനം എടുത്ത് നോക്കിയിട്ട് ഇവിടുന്ന് എടുത്ത് പോയിട്ടുണ്ട് പോയ സാധനം നിങ്ങൾ അവിടെ പോയിട്ട് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം മനസ്സിലാവും. കാരണം ഇവിടെ വന്ന് അനുഭവപ്പെട്ട ആളുടെ കയ്യിൽ നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടുള്ളതാണ്. 2 സ്ഥലത്ത് നോക്കാതെ. അതുപോലെ അല്ലാതെ കമന്റ് ഇടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പറയുന്നത് നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബ്രോ എന്തിനാ ഇങ്ങനെ കൂട്ടി പറയുന്നത്, നമ്മളിവിടെ ഈ സാധനം കിട്ടുമല്ലോ എന്ന്. നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്കി. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന 3,000 രൂപയുടെ അല്ലെ 2,000 രൂപയുടെ സാധനം നിങ്ങളവിടെ കിട്ടുന്നത് 1,000 രൂപയുടെ സാധനം. ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ അഡിഡാസിന്റെ ഷോറൂമിൽ പോയി ബ്രോ ഈ സാധനത്തിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 30,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ. 25,000 രൂപയുടെ സാധനം ഇത് നമ്മുടെ അവിടുത്തെ തിരൂർ മാർക്കറ്റിൽ 1,000 രൂപയ്ക്ക് കിട്ടുമല്ലോ, നിങ്ങൾ എന്തിന് 30,000 രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ല ലോജിക്കുള്ള കാര്യമാണ്. ഇതൊക്കെ വല്ല ലോജിക്കുള്ള കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആൾക്കാർക്ക് വട്ടമുണ്ട് ഇങ്ങനെ കൂടിയ സാധനം കൂടിയ വിലയ്ക്ക് വിൽക്കുന്നത്. അതിന്റെ ക്വാളിറ്റി കാരണമാണ് അത്രയും വിൽക്കുന്നത്, അങ്ങനെ വിൽക്കുന്നത്. ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലത്. ഞാൻ ഇത് പറയാനായിട്ട് വന്നേക്കും. ഞാൻ കുറച്ച് എക്സാമ്പിളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണാതിരിക്കുമല്ലോ. പല റേറ്റിലുള്ള സാധനമുണ്ട്. സെയിം പ്രൊഡക്റ്റ് പല റേറ്റിലുള്ള ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറ്റിയൊരു കാര്യം പറയാം. വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് കൊടുക്കുന്നില്ല, നമ്മുടെ ഒരു ഫ്രണ്ട് പ്രിൻസ് എന്ന് പറഞ്ഞ ആൾ ലെൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പുള്ളി എടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയുടെ പാർട്സ് വേണം, അതായത് ഹെഡ്ലൈറ്റ് വേണം. ഹെഡ്ലൈറ്റിന് നമ്മൾ റേറ്റ് പറഞ്ഞു. റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ചിലപ്പം പുള്ളിക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലെ പുള്ളിയുടെ ഫ്രണ്ട്സിനാലും മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് റേറ്റ് ഒന്നും പറയുന്നില്ല. കുറച്ച് കൂടിയ റേറ്റാ സംഭവം, കുറച്ച് കൂടിയ വണ്ടിയായിരുന്നു. അപ്പൊ നമ്മൾ പോയി തിരക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ എടുത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിക്കുന്ന മാർക്കറ്റ്, ഈ മായാപുരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വണ്ടികൾ പൊളിക്കുന്ന മാർക്കറ്റാണ്. പിടിച്ചു വന്ന വണ്ടികൾ അങ്ങനെ എന്തെങ്കിലും
വണ്ടികളൊക്കെ പിന്നെ കള്ളക്കേസിൽ വന്ന വണ്ടികൾ അങ്ങനത്തെ പൊളിക്കുന്ന വണ്ടികളാണ്. പൊളിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും. ഒറിജിനൽ സാധനം, അതിന്റെ അകത്ത് കാര്യങ്ങളെല്ലാം അതിന്റെ കമ്പനി പേരും എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. ഒറിജിനൽ സാധനമാണ് കിട്ടുന്നത്. ഈ ഒറിജിനൽ സാധനം നമ്മൾ വണ്ടി പൊളിച്ചെടുക്കാൻ നേരത്തെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ചെളികളൊക്കെ കാണും. ഇത് കഴുകി ഒന്ന് മറ്റേ പറഞ്ഞ ഗ്രൈൻഡൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സുന്ദര കുട്ടം പോലെയാണ് വരുന്നത്. നമ്മൾ ഈ കാര്യം അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ബ്രോ സെക്കൻഡ് ഹാൻഡ് ആണ് വരുന്നത്, പൊളിച്ച സാധനമായിരിക്കും വരുന്നത്, ഗ്രൈൻഡൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി പോളിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സാധനം വരും. നമ്മൾ റേറ്റും പറഞ്ഞു. റേറ്റ് പറഞ്ഞപ്പോൾ ഓക്കെ ഞങ്ങൾ അവൻ എടുക്കാന്ന് പറഞ്ഞു. കാരണം നാട്ടില് ഇവിടത്തെക്കാട്ടിലും ഒറിജിനൽ സാധനം റേറ്റ് അറിയാലോ, ഒരു നല്ല കൂടുതലായിരിക്കും. കാരണം ഷോറൂമിൽ ഈ സാധനം മേടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും നിങ്ങൾ പോയി മാർക്കറ്റിൽ നിന്ന് അല്ലാത്ത മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചാൽ ചൈന സാധനം കിട്ടുള്ളൂ. ഒറിജിനൽ എന്ന് കൊടുക്കുന്ന ചൈന സാധനമാണ്, നമുക്കറിയാം ഈ സംഭവം. പിന്നെ അവര് ആരാണ്ടൊക്കെ കുറെ കടകളിലൊക്കെ ഡൽഹി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും, ഇഷ്ടംപോലെ കടകൾ കിട്ടും. അങ്ങനെ ഇവിടെ നമ്മുടെ കാശ്മീരി ആയിട്ടുള്ള ഒരു കടയായിട്ട് ബന്ധപ്പെട്ടവര് അവരെ കോണ്ടാക്ട് ചെയ്തു. അവരവർക്ക് ഫോട്ടോ എല്ലാം കാര്യങ്ങൾ അയച്ചു കൊടുത്തു. സെയിം അവരുടെ കുട്ടിയ സാധനം ഒറിജിനൽ എന്ന് പറഞ്ഞ് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വീഡിയോസും എല്ലാം അയച്ചു കൊടുത്തു. വർക്ക് ചെയ്യിക്കുന്ന വീഡിയോസും എല്ലാം അയച്ചു കൊടുത്തു. എന്നിട്ട് അവർ നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് പറ്റിയാണ് കാണിക്കുന്നത്, ഇവിടെ നിന്ന് നിങ്ങളെക്കാട്ടിലും 5000-6000 രൂപയോളം കുറഞ്ഞ് നമുക്ക് ഇവിടെ പുതിയ സാധനം കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്ന് സെക്കൻഡ് ഹാൻഡ് സാധനം ഇവരൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അപ്പം തന്നെ നമ്മുടെ പ്രിൻസിയേട്ടൻ പറഞ്ഞു, ഇതുപോലെ ബ്രോ അത് കോപ്പി സാധനമായിരിക്കും, ഒറിജിനൽ കിട്ടാൻ ഒരു വഴിയില്ല, നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് മാത്രം ഒറിജിനൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ, ഇവിടുന്ന് ഒറിജിനൽ കിട്ടാൻ ചാൻസ് ഇല്ല. അല്ല ഞങ്ങളെ കാണിച്ചു ഞങ്ങളെ വീഡിയോ കോൾ ചെയ്ത് ഡയറക്റ്റ് കണ്ട സാധനമാണ്, ഈ സെയിം സാധനം തന്നെയാണ്. അവർ രണ്ടുപേര് അവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്തു, അവർ പാർസൽ അയക്കത്തില്ല എന്ന് പറഞ്ഞു. ട്രെയിൻ ബുക്ക് ചെയ്തു, ഇവിടെ വന്നു, കടയിൽ വന്നു, അവർ കാണിച്ചു, സംഭവം എല്ലാം കാണിച്ചു, ഒറിജിനൽ പാക്കിലെല്ലാം വരുന്നു, പൊട്ടിക്കുന്നു, കാണിക്കുന്നു. അവരെന്നെ മറ്റേ ബാറ്ററി കണക്ട് ചെയ്ത് ലൈറ്റും എല്ലാം കാണിക്കും, കത്തുന്നത് ഇൻഡിക്കേറ്റർ ഫോഗ് എല്ലാം കത്തുന്ന എല്ലാ സംഭവം കാണിച്ച് അവര് പാക്ക് ചെയ്തു. അവർ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോള് വന്നു അവരുടെ അടുത്തുനിന്ന്, ബ്രോ നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് നമുക്ക് അവരുടെ കാർ ഞാൻ പറഞ്ഞില്ല കുറച്ച് ലക്ഷറി കാറാണ്, അതിന്റെ പ്ലഗ് ആകുന്നില്ല. ഇവര് ഒറിജിനൽ കാറിൽ കുത്തിയൊന്നുമല്ല കാണിക്കുന്നത്, ബാറ്ററി കണക്ട് ചെയ്താൽ എന്തും കത്തും, ലൈറ്റ് കത്തും, പ്ലഗ് ആകുന്നില്ല, കത്തുന്നില്ല, ഷൂട്ട് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലൈന്റ്. ഇവര് 1 വർഷം 2 വർഷം കണ്ട് വാറണ്ടിയും കൊടുത്ത സാധനമാണ്. ഇവരെ വിളിച്ചു പറഞ്ഞു, ബ്രോ ഈ സാധനം കോപ്പിയാണ് നിങ്ങൾ തന്നത്, ഞങ്ങൾക്ക് ഈ സാധനം റിട്ടേൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നോ റിപ്ലൈ. അവരിവിടെ നോ റിപ്ലൈ, അവർ റിപ്ലൈ ചെയ്യത്തില്ല, നമ്പർ ബ്ലോക്ക് ചെയ്യും. അവരിവിടെ വന്ന് ശരിക്കും കടയിൽ പോയി ചോദിച്ചാൽ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും കാര്യമില്ല. കാരണം അത് കോപ്പി വയ്ക്കുന്ന കടയാണ്. നിങ്ങൾ അതിന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ ഒറിജിനൽ പറഞ്ഞതിന് എന്താ തെളിവുള്ളത്? ഒരു തെളിവില്ല. നമുക്ക് പേപ്പർ ബില്ല് എഴുതുമ്പോൾ എന്തെങ്കിലും ഒറിജിനൽ എന്ന് പറഞ്ഞ് എഴുതി തരും? ഇല്ല. നമുക്കിപ്പം ബെൻസിന്റെ ഹെഡ്ലൈറ്റ് ആണ്, ബെൻസിന്റെ ഹെഡ്ലൈറ്റ് ഏത് മോഡലാണെന്ന് എഴുതിയിട്ട് അതിന്റെ ബില്ലും കാര്യങ്ങളും എഴുതി കൊടുക്കും. അത് ഒറിജിനൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുതുന്നില്ല. അങ്ങനെ എഴുതാത്ത വർഷം നമുക്ക് ഒരു കേസിന് പോകാൻ പറ്റത്തില്ല. കടക്കാർ കോടതി ചെല്ലുമ്പോൾ പറയും ഞങ്ങള് കോപ്പിയാന്ന് പറഞ്ഞാണ് കൊടുത്തത്, ഇവര് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് പറയും. നമുക്കൊരു തെളിവില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ എത്ര രൂപ പോയി അവിടുന്ന് ഇവിടെ വന്ന വണ്ടിക്കൂലി, അവർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രോ നിങ്ങൾ പറഞ്ഞ ഞങ്ങളെ കേട്ടാൽ മതിയായിരുന്നു, അവിടുന്ന് ഇവിടെ വന്ന വണ്ടിക്കൂലി, അവിടെ മുടക്കിയ പൈസ, ഞാൻ പറഞ്ഞു നമുക്ക് ഊഹിക്ക് എത്ര രൂപ, നല്ല കൂടുതലുള്ള പൈസയാണ്. നല്ല ഹെഡ്ലൈറ്റ് വാങ്ങുമ്പോൾ അറിയാലോ, പുതിയ വാങ്ങും വിത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം വരുന്നത്, സെപ്പറേറ്റ് കിട്ടത്തില്ല. അവിടെ മുടക്കിയ പൈസ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു തുക പോയി കിട്ടി. ഒത്തിരി അവർ കുറെ നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആൾക്കാർക്ക് അറിയത്തില്ല, നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ചെയ്ത് കാണിക്കുക, ആൾക്കാരെ ഇങ്ങനെ ഇഷ്ടംപോലെ പറ്റിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ നമ്മളെ ഫോണിന്റെ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞു, ഇപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകത്തില്ലെന്ന്. ബ്രോ മനസ്സിലാകില്ല, അതാണ് എന്റെ ക്ലോൺ കോപ്പി എന്ന് പറഞ്ഞാൽ. ക്ലോൺ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഒറിജിനല് സംഭവം. ബോഡിയും കാര്യങ്ങളെല്ലാം എല്ലാ സംഭവം ഒറിജിനലായിരിക്കും. ഹാർട്ടും തലച്ചോറും മാത്രം വ്യത്യാസം, ബാക്കിയെല്ലാം ഒറിജിനലായിരിക്കും. മനസ്സിലാകുന്നില്ല, അതാണ് ആർക്കും മനസ്സിലാകത്തില്ല കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ കടയെ കൊണ്ട് അവിടെ കൊണ്ട് വർക്ക്ഷോപ്പുകാരൻ ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് സാധനം മനസ്സിലായത്. വണ്ടി ഓടിച്ചോണ്ട് നടന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായില്ല. അതാണ് പറ്റിപ്പെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പറയണത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ സ്പാമിൽ ചെന്ന് പേരെടുത്ത് ഇഷ്ടം പോലെ ലക്ഷങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, കേട്ടില്ല, കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതുപോലെ പറ്റിക്കപ്പെടരുത്. നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കണ്ട് മേടിക്കുക, അല്ല അതുപോലെ നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ട് സാധനങ്ങൾ മേടിക്കുക. നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വരുവാണെങ്കിലും അതുപോലത്തെ കടകളിൽ പോവുക. ആൾക്കാർ അറിയത്തില്ലെങ്കിലാണ് അറിയാവുന്ന ആൾക്കാരായിട്ട് പോവുക, സംസാരിക്കുക. ഹിന്ദി അറിയത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലത്തെ മാർക്കറ്റിലൊന്നും പോയി സാധനം മേടിക്കരുത്. അമ്മമാര് ഊമ്പിച്ച് വിടത്തേ ഉള്ളൂ, കേട്ടല്ലോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കാരണം നവംബറൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളികൾ വരും. കാരണം നമ്മുടെ ഇവിടെ മണാലി സീസണൊക്കെ തുടങ്ങി കുറെ മലയാളികൾ വന്ന് ഇവിടുത്തെ ഷോപ്പിലെങ്കിൽ ഞാൻ ഡിസംബർ നമ്മുടെ ജനുവരി ആ ടൈമിലൊക്കെ ഇഷ്ടംപോലെ മലയാളികളെ കാണും, ഇഷ്ടംപോലെ മലയാളികൾ വരുന്നുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ വന്ന് പറ്റിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടി ചെയ്തേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.